അങ്ങനെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ലാസ്റ്റ് ചിത്രം ജനനായകൻ റിലീഫാകുകയാണ്. ജനനായകനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും അവസാനിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സെൻസർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു നമ്മളന്ന് നേരിട്ടുകൊണ്ടിരുന്നത്. അതെല്ലാം മാറി സർട്ടിഫിക്കറ്റാണ് ഈ ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഏകദേശം 183 മിനിറ്റ്, 3 മണിക്കൂർ 3 മിനിറ്റാണ് ഈ ചിത്രത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നു. ഇതൊരു വമ്പൻ ദൈർഘ്യം തന്നെയായിരുന്നു. എപ്പോഴും നമ്മൾ സാധാരണ പറയാറുണ്ട് ഏകദേശം 2.25 മണിക്കൂറൊക്കെയാണ് ഒരു പടത്തിൻ്റെ ദൈർഘ്യം വേണ്ടത്. അല്ലെങ്കിൽ കുറച്ചായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ബോറ് ചിത്രമാണെങ്കിൽ പിന്നെ പറയാനുമില്ല. പിന്നെ വിജയുടെ ചിത്രമാണ്, വിജയുടെ ലാസ്റ്റ് ചിത്രമാണ്. ആരാധകരെല്ലാം വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു. വിജയ് എത്ര നേരം തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നാലും ആരാധകർക്കും മടുക്കത്തില്ലല്ലേ, ആരാധകരുടെ കാര്യമാണ്. പിന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ചിത്രത്തിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷമായിരിക്കും ചിത്രം കാണാൻ പോകുന്നത്. ഏതായാലും വിജയുടെ ലാസ്റ്റ് ചിത്രമായതുകൊണ്ട് ഭയങ്കര ഹൈപ്പ് തന്നെ ഈ ചിത്രം നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും 2-3 മാസം മുമ്പുള്ള കാലം നമ്മൾ ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ വമ്പൻ ഹൈപ്പിലായിരുന്നു ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് സെൻസർ ബോർഡിൻ്റെ വിഷയം. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജയുടെ ചിത്രം റിലീഫാകണം എന്നൊക്കെയായിരുന്നു വിജയ് ആരാധകരും വിജയൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ സെൻസർ ബോർഡിൻ്റെ വിഷയം കൊണ്ട് ആ വിജയുടെ ചിത്രം അനിശ്ചിതമായിട്ട് നീണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കാലം കടന്നിരിക്കുന്നു. വിജയ് ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് മാറുന്നു. വിജയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങുന്നു. അങ്ങനെ വിജയ് ചിത്രം ജനനായകൻ തിയേറ്ററിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ നിന്ന് ജൂലൈ 24-ന് തിയേറ്റർ റിലീഫാകുന്നു എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. അതിന് വേറൊരു കാരണമുണ്ട്. OTT റിലീഫ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അത് OTT റിലീഫ് ഓഗസ്റ്റ് 15-ന് ഉണ്ടാകുമെന്നാണ് നേരത്തെ തന്നെ നമ്മൾ വാർത്ത കേട്ടത്. അതൊക്കെ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് ജൂലൈ 24 എന്ന് പറയുന്ന ഏകദേശം 2-3 ആഴ്ചയെങ്കിലും തിയേറ്ററിൽ കളിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ജനനായകൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്തായിരുന്നു. ഇപ്പം അതില്ലാതായി. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ സിനിമയൊക്കെ ഈ വീഡിയോയ്ക്ക് വേണ്ടി നിരീക്ഷിക്കുന്നതുകൊണ്ടാണ് ജനനായകൻ ഇപ്പോഴും റിലീഫായിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ചിത്രം കാണുന്നവരൊക്കെ ജനനായകൻ റിലീഫായില്ല എന്ന് പറയും, റിലീഫായില്ലേ, തെരഞ്ഞെടുപ്പിന് മുമ്പ് റിലീഫായില്ലേ എന്ന് ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം ഈ വിജയ ചിത്രം അന്ന് കിട്ടിയ ഹൈപ്പ് ഇനിയും റിലീഫ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. പിന്നെ വിജയുടെ ചിത്രമാണ്, നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല വേറെ ഹൈപ്പിലേക്കൊക്കെ പോകാം അല്ലേ. ഏതായാലും ജൂലൈ 24-ന് വിജയുടെ ചിത്രം റിലീഫ് പ്രതീക്ഷിക്കാം. ജനനായകൻ കാത്തിരുന്നവർക്കൊരു സന്തോഷ വാർത്ത തന്നെയാണിത്. അങ്ങനെ വിജയുടെ ലാസ്റ്റ് ചിത്രം എന്ന് പറയാൻ പറ്റുമോ? ഇനി ഒരു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ലാസ്റ്റ് ചിത്രമായിട്ട് വരാനും സാധ്യതയുണ്ട് അല്ലേ. ഏതായാലും വിജയ് അഭിനയം നിർത്തുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പില്ല. എന്നാലും പുതിയ പുതിയ ചിത്രങ്ങളുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കോടികളുടെ പ്രതിഫലം വാങ്ങുന്ന വ്യക്തിയാണ്. കോടികൾ തമിഴ് സിനിമയിൽ നിന്ന് കോടികൾ. ഇപ്പോഴും തമിഴ് സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകവും ഒരു ക്രൗഡ് പുള്ളർ എന്ന് പറയുന്ന നടനും വിജയ് തന്നെയാണ്. വിജയുടെ സ്ഥാനം ഇപ്പോഴും ഇളക്കം തെറ്റിയിട്ടില്ല. ഒരു വിജയുടെ ചിത്രം റിലീഫാകുന്നതിന് മുമ്പ്, ഷൂട്ടിംഗ് ആരംഭിക്കുമ്പം തൊട്ട് തന്നെ അതിന് ഭയങ്കര ഹൈപ്പ് നേടും. കോടികളാണ് കിട്ടുന്നത്. അതൊക്കെ വിജയ് ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഏതായാലും വിജയ് ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. ഇതും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ജനനായകൻ്റെ വിജയം എന്ന് പറയുന്ന വിജയെ സംബന്ധിച്ച് വളരെ നിർണായകവുമാകണം. വലിയ പ്രശ്നങ്ങളായിരുന്നു വിജയ്ക്ക് ജനനായകനുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റുന്നത്. അത് രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാഴ്ചപ്പാട്. ഏതായാലും തിയേറ്ററിൽ വരട്ടെ, നമുക്ക് സിനിമ കണ്ട് വിലയിരുത്താം. അപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. വിജയ ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വാർത്ത തന്നെയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ, ബൈ.